നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ആർക്ക് ലെങ്ത്തും റേഡിയൻ മെഷർ അത്ര കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 10th നിങ്ങൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. അക്യൂട്ട് ആംഗിളുകളുടെ ആംഗിൾ ബേസ് ചെയ്തിട്ട് ട്രിഗണോമെട്രി ഫംഗ്ഷൻസുകളെ റൈറ്റ് ആംഗിൾ സൈഡുകളുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഏതൊക്കെയായിരുന്നു? നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ വരച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിരുന്നത് സൈന്, കോസ്, ടാന്. അത് പിന്നെ നമ്മൾ കേരള സിലബസ് പഠിച്ച ഒരു 10th പഠിച്ച ഒരു സൈനും കോസും ടാനാണ് പഠിച്ചിട്ടുണ്ടാവുക. ബാക്കിയുള്ളവരും കൂടി ഉണ്ട്. അത് ആരൊക്കെയാണ് ബാക്കിയുള്ളത് സൈന്, കോസ്, ടാന് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കൊസീക്കും, സീക്കും, കോട്ടും. ഇങ്ങനെ 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻസുകളാണ് ശരിക്ക് നമുക്ക് പഠിക്കാനുള്ളത്. അത് അന്ന് നമ്മൾ പഠിച്ച കാര്യത്തെ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷം വരെ നമ്മൾ പഠിച്ചിരുന്നത് ഒരു റൈറ്റ് ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ കൺസിഡർ ചെയ്യുന്നു. കണ്ടോ? നമ്മൾ ഈ ആംഗിൾ എടുത്തു, ഈ അക്യൂട്ട് ആംഗിൾ എടുത്തു, അയാൾ എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെ വെച്ചിട്ട് നിങ്ങൾ 3 ട്രിഗണോമെട്രി ഫംഗ്ഷൻ നിങ്ങൾ 10th ഓൾറെഡി പഠിച്ചതാണ്. ബാക്കിയുള്ള 3 എണ്ണം കൂടി പഠിച്ചവരുണ്ടാവുക, പഠിക്കാത്തവരുണ്ടാവുക. എങ്കിലും ശ്രദ്ധിക്കുക, പഠിക്കാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കുക, ട്രിഗണോമെട്രി ഫംഗ്ഷൻസുകളിൽ ഫസ്റ്റ് വണ്ണ് നിങ്ങൾ പഠിച്ചിരുന്നത് സൈൻ എക്സ് ആണ്. സൈൻ എക്സ് എന്ന് പറയുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻ. സൈൻ എക്സിന് എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്ത് ഓർമ്മയുണ്ടാവും? സൈൻ എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്? സൈൻ എക്സ് എന്ന് പറയുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഫുള്ളായിട്ട് ഞാൻ എഴുതുന്നില്ല കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഫസ്റ്റ് വൺ ആയതുകൊണ്ടൊന്ന് എഴുതുന്നേ. ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് അല്ലേ, സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതായിരുന്നു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഈ ആംഗിൾ, ഈ അക്യൂട്ട് ആംഗിൾ നമ്മൾ പറയുന്നത് എക്സിൻ്റെതാ പറയുന്നതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? BC. ഹൈപ്പോട്ടന്യൂസ് ആരാ? AC. ഇതായിരുന്നു സൈൻ എന്ന് പറയുന്ന ഫസ്റ്റ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ റേഷ്യോ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. രണ്ടാമത്തെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയിരുന്നു കോസെക്സ്. കോസ് എക്സ് വെച്ച് പറയുന്നു. കോസെക്സ് ആംഗിൾ എക്സ് എടുത്തു, കോസെക്സ്. കോസിൻ്റെ റേഷ്യോ ഓർമ്മയുണ്ടോ? കോസിൻ്റെ റേഷ്യോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു. ഈ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ആരാ? AB. ഹൈപ്പോട്ടന്യൂസ് ഏതാ? AC. കണ്ടോ? പിന്നെ നിങ്ങൾ തേർഡ് പഠിച്ചിരുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയിരുന്നു ടാനെക്സ്. ടാൻ എന്ന് പറയുന്നത് പഠിച്ചല്ലേ? ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഏതാ? അഡ്ജസൻറ്റ് സൈഡാണ്. ശരിയല്ലേ? അപ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആരാ? BC. അഡ്ജസൻറ്റ് സൈഡ് ആരാ? AB. ഇത്രയും നിങ്ങൾ എന്തായാലും ഫസ്റ്റ് ഇയർ 10th പഠിച്ചിട്ടുണ്ട്. സൈന്, കോസ്, ടാന് എന്ന് പറയുന്നത് റേഷ്യോസുകൾ പച്ചവെള്ളം പോലെ അറിയണം. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാന് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഇനി ബാക്കി 3 എണ്ണം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പഠിച്ചോണം. ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൽ 4th വണ്ണിൻ്റെ പേരാണ് കൊസീക്കസ്. കൊസീക്കസ് എന്ന് പറയുന്നത് ഈ സൈനസിൻ്റെ റെസിപ്രോക്കലാണ്. സൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ കൊസീക്കസ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഇത് തിരിഞ്ഞാൽ മതി. AC ബൈ BC. കണ്ടോ? ഓർമ്മയില്ലോ? 5ാമത്തെ ഓർമ്മയുണ്ടാവും. 5ാമത്തെ ആളെ നമ്മൾ വിളിക്കുക സീക്കെക്സ് എന്നാണ്.
സീക്കാണ്. സീക്ക് കോസിൻ്റെ റെസിപ്രോക്കലാണ്. കോസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ അപ്പോൾ എന്താ? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഇത് തിരിച്ചാൽ മതി, AC ബൈ AB. ക്ലിയർ അല്ലേ? 6th വണ്ണാണ് ഇവിടെ എഴുതുകയാണ്. 6ാമത്തെ ആളെയാണ് ഇവിടെ എഴുതി കേട്ടോ. കൊസീക്ക് സീക്ക്. ലാസ്റ്റത്തെ 6ാമത്തെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ് കോട്ട് ടാൻ്റെ റെസിപ്രോക്കലാണ്. ടാൻ ഫംഗ്ഷൻ്റെ ടാൻ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് ആണ്. ഇത് തിരിച്ച് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ? എന്നാലും നിങ്ങൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ മതി, AB അല്ലെ ഫിഗറിൽ നോക്കിയാൽ മതി. AB ബൈ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് BC. AB ബൈ BC. അപ്പോൾ ഇങ്ങനെ 6 ട്രിഗണോമെട്രി ഫങ്ഷൻസുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് ചിലവർ ഫുള്ള് പഠിച്ചിട്ടുണ്ട്, ചിലർ ഫുള്ള് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും അറിയുക. എന്നെ ഓർക്കുക, ഓർഡറിലങ്ങ് ഓർത്താൽ എളുപ്പമായി. സൈൻ കോസ് ടാൻ ആദ്യത്തെ 3 എണ്ണം, പിന്നെ കൊസീക്ക് സീക്ക് കോട്ട് അതൊരു 3 എണ്ണം. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ റെസിപ്രോക്കൽ സൈൻ, ആദ്യത്തിൻ്റെ റെസിപ്രോക്കൽ രണ്ടാമത്തെ സെറ്റിലെ ഫസ്റ്റ് വൺ, രണ്ടാമത്തെ റെസിപ്രോക്കൽ രണ്ടാമത്തെ സെറ്റിലെ സെക്കൻഡ് വൺ, ഇതിൽ ടാൻ്റെത് അടുത്ത 3 എണ്ണത്തിൽ 3ാമത്തത്. അപ്പോൾ സൈൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്കസ്. സൈനസിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്കസ്. തിരിച്ചും പറയാം, കൊസീക്കസിൻ്റെ റെസിപ്രോക്കലാണ് സൈന്. 2ൻ്റെ റെസിപ്രോക്കൽ 1/2 ആണെങ്കിൽ 1/2 റെസിപ്രോക്കലാണല്ലോ 2, ശരിയല്ലേ? അപ്പോൾ സൈൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക് എന്ന് പഠിക്കുക, കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്, ടാൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. കണ്ടോ? ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്ന 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻസുകൾ. അന്ന് നമ്മൾ ഈ റൈറ്റ് ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അക്യൂട്ട് ആംഗിളിനെ ഡിഫൈൻ ചെയ്തത്. ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് ആംഗിളിനെ വെച്ചിട്ട് ഇവയെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പഠിക്കുകയാണ്. ഇത് നമ്മൾ അന്ന് 30 ഡിഗ്രി 45 ഡിഗ്രി ഡിഗ്രിയിലാണ്. ഇപ്രാവശ്യമാണ് നമ്മൾ റേഡിയൻ മെഷറിൽ പറഞ്ഞത്. ഇനി നമ്മൾ റേഡിയൻ വെച്ചിട്ട് ഏതൊരു ട്രയാങ്കിൾ ആണെങ്കിലും, അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വെച്ചിട്ടല്ല, ഏത് ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് ഇവരെ ഡിഫൈൻ ചെയ്യാൻ കഴിയും. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ബേസിക്കലി ഈ കോൺസെപ്റ്റുകൾ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഹെഡിങ് എഴുതിയതിന് ശേഷം ഈ 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനെയും ആദ്യം അവതരിപ്പിക്കുക. 6 പേരാണ്, 6 പേരെയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അത് പഠിച്ച് എഴുതുക. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ അക്യൂട്ട് ആംഗിളിലെ ട്രിഗണോമെട്രി റേഷ്യോസുകളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ട് അക്യൂട്ട് ആംഗിളുകളുടെ ട്രിഗണോമെട്രി റേഷ്യോസുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഏത് ആംഗിളിൻ്റെയും ട്രിഗണോമെട്രി റേഷ്യോ പഠിക്കുകയാണ് നമ്മൾ. ഏത് ആംഗിളിൻ്റെയും ട്രിഗണോമെട്രി റേഷ്യോ എന്തായിരിക്കും എന്നുള്ളത് ഇവിടെ ഒരു പറയാൻ പോവാണ്. അതാണ് ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഞാനൊരു സർക്കിൾ കൺസിഡർ ചെയ്യും. ഇതൊരു യൂണിറ്റ് സർക്കിളാണ്. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിനെ നമ്മൾ യൂണിറ്റ് സർക്കിൾ എന്ന് വിളിക്കുക. ആ സർക്കിളിന്റെ റേഡിയസ് 1 യൂണിറ്റ് ആകുമ്പോഴാണ് നമ്മൾ അതിനെ എന്ന് വിളിക്കുക, യൂണിറ്റ് സർക്കിൾ എന്ന് വിളിക്കുക. അപ്പൊ ഞാനൊരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്തു. ഇതാണ് യൂണിറ്റ് സർക്കിൾ. കണ്ടോ? അപ്പൊ സർക്കിളിന്റെ റേഡിയസ് പറഞ്ഞാല് ഫിഗർ പ്രകാരം ഇതാണ് OA ആണ് സർക്കിളിന്റെ റേഡിയസ് അല്ലെ? OA സർക്കിൾ റേഡിയസ് ആണെന്ന് നമുക്കറിയാം. ഇങ്ങോട്ട് OA എന്ന് പറയുമ്പോൾ യൂണിറ്റ് സർക്കിൾ ആണ്, 1 യൂണിറ്റ് ആണ്. അപ്പൊ ഞാനൊരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്തു. നമ്മുടെ അത് മീറ്റ് ചെയ്യുന്ന X ആക്സിന് A എന്ന പോയിന്റില്, X ഡാഷിന് C എന്ന പോയിന്റില്, Y ആക്സിന് B എന്ന പോയിന്റില്, അതിൽ Y ഡാഷ് ആകുമ്പോൾ D എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടുന്ന് ഇവിടെ വരെ OA സർക്കിളിന്റെ റേഡിയസ് ആണെങ്കിൽ ഈ എയുടെ കോർഡിനേറ്റ്സ് 1 0 ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ട്. X ആക്സിസിലെ Y കോർഡിനേറ്റ് 0 ആയിരിക്കും നമുക്കറിയാം. ഇത് X ഡാഷിലാവുമ്പോൾ -1 0 ആയിരിക്കും സിയുടെ കോർഡിനേറ്റ്. ഇനി Y ആക്സിസ് മീറ്റ് ചെയ്ത പോയിന്റ് B ആണെങ്കിൽ OB എന്ന് പറയുന്നത് റേഡിയസ് ആണ്, അത് 1 ആണ് അല്ലേ? അപ്പൊ അങ്ങനെ B യുടെ കോർഡിനേറ്റ് 0 1 ആണ്. 0 1 എന്ന് പറയാൻ കാരണം Y ആക്സിൽ X കോർഡിനേറ്റ് 0 വരിക, Y കോർഡിനേറ്റ് 1 ആയി. അത് താഴേക്കാകുമ്പോൾ D-യിലാകുമ്പോൾ 0 -1 ആയി. അപ്പൊ ആ A എന്ന പോയിന്റ്, B എന്ന പോയിന്റ്, C എന്ന പോയിന്റ്, D എന്ന പോയിന്റ് ഡൗട്ടിനിടയില്ലാതെ പ്ലോട്ട് ചെയ്യാൻ അറിയുക, അല്ലെങ്കിൽ A കോർഡിനേറ്റ് അറിയുക. അറിഞ്ഞല്ലോ? A യുടെ കോർഡിനേറ്റ് 1 0, അപ്പൊ നേരെ ഇപ്പുറത്ത് ഉണ്ടാവുക -1 0. B യുടെ കോർഡിനേറ്റ് 0 1, Y ആക്സിലെ പോയിന്റ് 0 1, താഴത്തെ 0 -1. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ വരച്ചു. യൂണിറ്റ് സർക്കിൾ ആണ് പറഞ്ഞ സർക്കിൾ വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. ഇനി ഞാൻ ചെയ്ത അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോളാം. സർക്കിൾ ഒരു പോയിന്റ് P എന്നൊരു പോയിന്റ് എടുത്തു.
അപ്പൊ പിക്ക് നമുക്കറിയാം ഒരു കോർഡിനേറ്റ് ഉണ്ടാവും, പിക്ക് കോർഡിനേറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ പണി ചെയ്യാൻ നമുക്ക് ഈ പി എന്ന പോയിന്റിൽ ഞാനൊരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് എം എന്ന് പേര്. നമ്മുടെ ഒ എക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു OM. അപ്പൊ നമുക്ക് പി എം കിട്ടി. അപ്പൊ ഈ പി ഒ പി യോജിപ്പിച്ചപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ട്. ഒ പി എം ഒരു റൈറ്റ് ആംഗിൾ ആണ് നിങ്ങൾ കാണാൻ കഴിയും. കണ്ടില്ലേ? ഈ ഒ എമ്മിന്റെ ലെങ്തിനെ ഞാൻ എ ആയിട്ട് എടുത്തു. ഈ പി എമ്മിന്റെ ലെങ്തിനെ ബി ആയിട്ട് എടുത്താൽ നിങ്ങൾക്കറിയാം ഈ പിയുടെ കോർഡിനേറ്റ് എ ബി ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് എക്സ് കോർഡിനേറ്റ്, അത് എ ആണ്. ഈ ഹൈറ്റ് ആണ് വൈ കോർഡിനേറ്റ് ബി ആണ്. അപ്പൊ പിയുടെ കോർഡിനേറ്റ് പി ഹാവ് ദ കോർഡിനേറ്റ്സ് എ കോമ ബി ആണ് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ആംഗിൾ ഉണ്ട്. ആംഗിൾ എക്സ് അല്ലെങ്കിൽ ഏതായാലും കുഴപ്പമില്ല. ആംഗിൾ എക്സ് ഒ പി അല്ലെങ്കിൽ എം ഒ ബി എന്ന് പറയുന്ന ഈ ആംഗിളിനെ ഞാൻ എക്സ് എടുത്തു. അതിന്റെ ഡിറക്ഷൻ കണ്ടോ നിങ്ങൾ? ആന്റി ക്ലോക്ക് വൈസിലാണ് എക്സ് എടുത്തു. അത് റേഡിയനിലാണ് മനസ്സിലാക്കുക. നമ്മൾ ഇതുവരെ 30 ഡിഗ്രി 45 ഡിഗ്രി ഡിഗ്രിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. നമുക്ക് ഇനി റേഡിയനിൽ പറയാം. അതുകൊണ്ട് ഇതാ എക്സ് എടുത്തു, അത് റേഡിയനിലാണ് മനസ്സിലാക്കുക. കണ്ടോ? അതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ് ഒ പി എന്ന് പറയുന്നത് ആരുമാണ് ഉണ്ട്? ആ ആംഗിളെ ഞാൻ എക്സ് ആക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ. എങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ആർക്ക് ലെങ്ത് ഇല്ലേ? എ പി എന്ന ആർക്ക് ലെങ്ത് എത്രയുണ്ടാവും? ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ എൽ ഈക്വൽ ടു എ പി എന്ന ആർക്ക് എൽ ഈക്വൽ ടു ആർ തീറ്റ. 6 റേഡിയസ്. സർക്കിളിന്റെ റേഡിയസ് യൂണിസൈക്കിൾ ആണെങ്കിൽ 1. യൂണിസൈക്കിൾ ആകുമ്പോൾ സർക്കിൾ വിത്ത് റേഡിയസ് 1 പറഞ്ഞു. തീറ്റ എന്ന് അവിടെയുള്ള ആംഗിൾ എക്സ്. അപ്പൊ 1 × x എക്സ്. അപ്പൊ ഈ ആർക്കിന്റെ ലെങ്ത് എ പി എന്ന ആർക്ക് ലെങ്ത് എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും അല്ലേ? അതാണ് ആർക്ക് ലെങ്ത് എക്സ് ആണ്. അതാണ് ഞാൻ ഈ പേര് കാണിച്ച എ പി എക്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? റെഡിയായി? ഇനി ഞാൻ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്തു. എക്സ് ഡാഷിനെ എ എന്ന പോയിന്റിലും വൈ ഡാഷിനെ ബി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. എസ് ഡാഷിനെ സിയിലും വൈ ഡാഷിനെ ഡിയിലുമാണ്. എയുടെ കോർഡിനേറ്റ് 1 0 ആണ്, സിയുടെ കോർഡിനേറ്റ് -1 0, ബിയുടെ 0 1, ഡിയുടെ 0 -1. സർക്കിൾ ഒരു പോയിന്റ് പി ആണ്. പിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, പി എം ആണ് അല്ലേ? പി എം എന്ന പെർപെൻഡിക്കുലർ വരച്ചു. ഇപ്പോൾ റൈറ്റ് ആംഗിൾ കിട്ടി, ഒ പി എന്ന റൈറ്റ് ആംഗിൾ. അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എക്സ് ഒ പി നെ നമ്മൾ എക്സ് ആയിട്ട് വിളിച്ചു. ഈ ഒ എം എന്ന ലെങ്തിനെ എ കൊണ്ടും പി എം എന്ന ഹൈറ്റിനെ ബി കൊണ്ടും വിളിച്ചാൽ പിയുടെ കോർഡിനേറ്റ് എന്താണ്? എ ബി ആണെന്ന് മനസ്സിലാക്കുക. കിട്ടിയില്ലേ? ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ഇനി നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്കിയാൽ കാണാം ഫ്രം ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ ഒ പി എം എന്ന ട്രയാങ്കിളിനെ നോക്കുക. ഒ പി എം ട്രയാങ്കിൾ എന്ന ട്രയാങ്കിൾ നോക്കിയാൽ ഞാൻ നിങ്ങളോട് ചോദിക്കും, അവിടുന്ന് പറ വാട്ട് ഈസ് കോസ് എക്സ്? കോസ് എക്സ് എന്താണെന്ന് പറയും? ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? കോസ് എക്സ് കൊണ്ട് പെർപെൻഡിക്കുലർ ആണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. കോസ് എക്സ് എന്താ? കോസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. കോസിന്റെ റേഷ്യോ പറഞ്ഞില്ലല്ലോ. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എക്സിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എ ആണ്, അതിന്റെ ലെങ്ത് അല്ലേ? ശരിക്കും ഒ എം ബൈ അഡ്ജസന്റ് സൈഡ് ഒ എം ആണ്, ഹൈപ്പോട്ടനസ് ഒ പി ആണ്. എന്ന് പറഞ്ഞാൽ ഒ എം എന്ന് പറഞ്ഞാൽ ഫിഗറിൽ എന്ത് എ ആണ്, ഒ പി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിൾ ആകുമ്പോൾ റേഡിയസ് 1 യൂണിറ്റ് ആണ്. അപ്പൊ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ആണ്. അപ്പൊ cos x ന്റെ വാല്യൂ ആർക്ക് ഈക്വൽ ആണ്? a ക്ക് ഈക്വൽ ആണ്. ഇതിൽ a cos x ന് ഈക്വൽ ആണ്. റെഡി അല്ലേ? ഇനി ഇതേ ഫിഗറിൽ തന്നെ നോക്കിയിട്ട് നിങ്ങൾ പറ വാട്ട് ഈസ് sin x? വാട്ട് ഈസ് sin x? sin x ഈക്വൽ ടു sin x എന്ന് പറയുമ്പോൾ റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ് ബൈ pm ബൈ അല്ലേ? pm ബൈ ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് ആരാ? op. pm ഫിഗറിൽ ഉണ്ട്, b അല്ലേ നോക്കിയാൽ ലെങ്ത്. ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ op എന്ന് പറഞ്ഞാൽ 1. p നെ 1 ആണ്, b നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ b ആണ് അല്ലേ? b ആണ്, b by 1 that is equal to b ആണ്. അപ്പോൾ നിങ്ങൾ നോക്ക് sin x equal to b ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കോർഡിനേറ്റ് p ന്റെ കോർഡിനേറ്റ് എന്തായി? p യുടെ കോർഡിനേറ്റ് ab ആയിരുന്നു. ആ a എന്ന് പറയുന്നത് ആരാ? cos x ഉം b എന്ന് പറയുന്നത് ആരാ? sin x ഉം ആണ്. പ്രധാന പോയിന്റ് ആണ്. a യുടെ വാല്യൂ cos x, b യുടെ വാല്യൂ sin x എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ പി ഇങ്ങനെ ഈ സർക്കിൾ ചുറ്റും ഈ സർക്കിളിലൂടെ പി ഇങ്ങനെ ഓടി നടക്കും. പി സർക്കിളിലൂടെ ഓടി നടന്നാൽ ഈ എയും ബിയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, മാറൂലേ? അപ്പൊ പി എവിടെ ഈ പി എന്ന പോയിന്റ് ഏതിലെ പോയാലും അതിന്റെ എക്സ് കോർഡിനേറ്റ് ആയ എ എന്ന് പറയുന്നത് cos x ന് ഈക്വൽ ആണ്. y കോർഡിനേറ്റ് ആയ ബി എന്ന് പറയുന്നത് sin x ന് ഈക്വൽ ആണ്. അപ്പൊ പിയുടെ കോർഡിനേറ്റ് cos x sin x ആണ് മനസ്സിലാക്കുക. ഈ x ഏതാണെന്ന് മനസ്സിലായോ? ആ x എന്ന് പറയുന്നത് ഈ പി എന്ന പോയിന്റ് ഈ എക്സാക്സുമായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ ആണ് x. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പോയിന്റ്
ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ ഈ പി എന്ന പോയിന്റ് എപ്പോ ഏതിലെ വന്നാലും ഈ പിയുടെ കോർഡിനേറ്റ് എ ബി നമുക്കറിയാം. എ ബി എന്ന് പറയുമ്പോൾ എ അതിലെ കോസെക്സ്, ബി നമ്മുടെ ആരുമാണ്, സൈനസ് ആണ്. അപ്പൊ ഇനി മറന്നു പോകരുത്, യൂണിറ്റ് സർക്കിളിലെ പിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് പിയുടെ കോർഡിനേറ്റ് കോസെക്സ് കോമ സൈനക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് ഒ പി എന്ന് പറയുന്ന ലൈന് അല്ലെങ്കിൽ ഒ പി നിങ്ങളുടെ എക്സാക്സുമായിട്ട് ഏത് ഡയറക്ഷൻ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആര്, എക്സ് എന്ന് മനസ്സിലാക്കുക. കിട്ടിയല്ലോ? അവ പിയുടെ കോർഡിനേറ്റ് നമ്മൾ എഴുതിക്കഴിഞ്ഞു. ഇനി ഈ ഫിഗറിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാലോ, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ പൈതഗോറസ് തിയറം കിട്ടൂല. എവിടെ? ഇവിടെ നിങ്ങൾക്ക് നോക്കൂ, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വാല്യൂ ആണ് 1 സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ആണ് ബി സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു അല്ലെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ 1 ആണ് ബൈ ദ പൈതഗോറസ് തിയറം. അതാണ് ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ 1 സ്ക്വയർ. ഈ എ നിങ്ങളുടെ ആരായിരുന്നു നോക്ക്, കോസസ്. അപ്പൊ എക്ക് പകരം നമ്മൾ കോസസ് കൊടുത്താൽ കോസസിന്റെ സ്ക്വയർ ആയി, പ്ലസ് ബി നിങ്ങളുടെ ആരായിരുന്നു, സൈനസ് ആണ്. അപ്പൊ സൈനസ് ആയി, അതിന്റെ സ്ക്വയർ ആയി, ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസസിന്റെ സ്ക്വയർ നമ്മൾ എന്താ എഴുതുക, കോസസിനെ സ്ക്വയർ ചെയ്ത് എഴുതുമ്പോൾ സ്റ്റൈൽ കോസ് സ്ക്വയർ എക്സ് എന്നാണ് എഴുതുക. കോസസ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ഇവിടെയാണ് വരുന്നത്, കോസ് സ്ക്വയർ എക്സ്, നോട്ട് കോസ് എക്സ് സ്ക്വയർ. എക്സിന് എല്ലാ സ്ക്വയർ കൊടുക്കുക, കോസ് സ്ക്വയർ എക്സ് അങ്ങനെ എഴുതുക. പ്ലസ് സൈനസിന്റെ സ്ക്വയർ അടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, സൈനസിന്റെ സ്ക്വയർ എഴുതുന്ന സ്റ്റൈൽ പഠിച്ചോണം, സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതുക. ട്രിഗണോമെട്രി ടെർമിന്റെ സ്ക്വയർ ഒക്കെ എവിടെയായിരുന്നു, സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇത് ട്രിഗണോമെട്രിയിലെ നല്ലൊരു ഐഡന്റിറ്റി. അങ്ങനെ 10th കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ഈക്വൽ ആണ്. ഈ യൂണിറ്റ് സർക്കിൾക്ക് ഭയങ്കര വേറെ റിസൾട്ടുകൾ തരുന്ന ഒരാളാണ്. അപ്പൊ ഒരു ഐഡന്റിറ്റി ഇവിടെ നമുക്ക് കിട്ടുകയാണ്, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. ഈ എക്സ് എന്ന് പറയുന്ന ഏത് ആംഗിൾ ആയാലും ശരി അത് സെയിം ആണെങ്കിൽ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ഈക്വൽ ആണ്. അപ്പൊ എന്ത് കിട്ടി? അപ്പൊ യൂണിറ്റ് സർക്കിളിലെ പി എന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കോസും വൈ കോർഡിനേറ്റ് ആരുമാണ്, സൈനുമാണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായോ? എങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ കേസ് ശ്രദ്ധിച്ചിരുന്നോണം. ഈ പോയിന്റ്, ഈ പി എന്ന പോയിന്റ് ഇതാ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ പോയിന്റ് ഇങ്ങനെ ഇതാ ഈ ആംഗിൾ ഇങ്ങനെ വന്ന് ഇവിടെ മീറ്റ് ചെയ്യുമ്പോൾ എയിലാണ് പി വന്ന് നിൽക്കുന്നത്, ഇതല്ല എക്സ് എന്ന ആംഗിൾ ഇങ്ങനെ വന്ന് ഇവിടെ തുടങ്ങുമ്പോൾ ഇവിടെ വരുമ്പോൾ ഈ പി തുടങ്ങുന്നത് ഈ പോയിന്റിലാണെങ്കിൽ പിയുടെ കോർഡിനേറ്റ് ആദ്യത്തെ പോയിന്റ് ഏതാ, 10 എന്നാണ്. 10 അവിടെ നോക്കിക്കോളാം നീ പറയുന്നത്. ഇത് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ പി എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടുന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഈ പോയിന്റിലാണ് പി നിൽക്കുന്നതെങ്കിൽ അവിടുത്തെ കോർഡിനേറ്റ് നിങ്ങൾക്കറിയാം 10 ആണ്. എയുടെ കോർഡിനേറ്റ് 10 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ആ പി തന്നെയാണ് എ, അത് കോയിൻസൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞു കോസ് ആണ്, കോസ് എക്സ് ഈക്വൽ ടു ആണ് 1. അപ്പൊ വൈ കോർഡിനേറ്റ് സൈൻ ആണെന്ന് പറഞ്ഞു, അപ്പൊ സൈനസ് ഈക്വൽ ടു 1 സൈനസ് ഈക്വൽ ടു 1. ഈ എക്സ് എന്ന് പറയുന്ന ആളാരാ, ഈ ഒ പി എന്നത് ഈ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എക്സ്. അപ്പൊ ഇത് ഇങ്ങനെ ഇതിന് മുകളിൽ കിടക്കുകയാണെങ്കിൽ ഈ ഒ പി എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ, ഇതിന് മുകളിൽ ഇങ്ങനെ കിടക്കുമ്പോഴല്ലേ ഈ എ എന്ന പോയിന്റിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്താ, 0 അല്ലേ, എക്സ് അവിടെ 0 അല്ലേ ഉണ്ടാവുക. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ എ എന്ന പോയിന്റില് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇവിടെ കോസ് എക്സിന്റെ സ്ഥാനത്ത് 0 ആയി 1, സൈൻ എക്സിന്റെ സ്ഥാനത്ത് 0 ആയി 0. പ്രധാന പോയിന്റ് ആണ്. കോസ് 0യുടെ വാല്യൂ 1 ആണ്, സൈൻ 0യുടെ വാല്യൂ 0 ആയി. കോസ് 0 1 ഉം സൈൻ 0 0 ആണ്. നമ്മൾ സൈൻ 30 45 60 ഒക്കെ പഠിച്ചിട്ടില്ലേ, ട്രിഗണോമെട്രി ടെർമിന്റെ വാല്യൂകൾ പഠിച്ചിട്ടില്ലേ? അതേപോലെ പ്രധാനപ്പെട്ട വാല്യൂ ആണ് സൈൻ 30യുടെ വാല്യൂ നിങ്ങൾക്ക് 1/2 എന്ന് അറിയുന്നത് പോലെ കോസ് 30യുടെ വാല്യൂ √3/2 എന്ന് അറിയുന്നത് പോലെ നിങ്ങൾക്ക് ഒരു പുതിയ വാല്യൂ കിട്ടി. കോസ് 0യുടെ വാല്യൂ 1 ഉം സൈൻ 0യുടെ വാല്യൂ 0 ആണ്. ശരിയല്ലേ? കിട്ടിയോ? ഇനി കഴിഞ്ഞില്ല. ഇനി ഈ പി എന്ന പോയിന്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതിന് മുകളിലൂടെ വേരി ചെയ്ത് ഇവിടെ ഇങ്ങനെ വന്നു നിന്നാൽ അത് ബിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ പി നേരെ വേരി ചെയ്ത് വന്നാൽ ബിയിൽ എത്തിയാൽ അതിന്റെ കോർഡിനേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ? അപ്പൊ ഈ പി എന്ന പോയിന്റ് ഇത് ഇങ്ങനെ കോയിൻസൈഡ് ചെയ്ത് നിന്നാൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എക്സ് എന്ന ആംഗിൾ എത്രയും എന്ന് പറഞ്ഞാൽ നിൽക്കട്ടെ, ബിയുടെ പോയിന്റ് 0 ആണ്. ഈ 0 എന്ന് പറയുന്ന എക്സ് കോർഡിനേറ്റ് ഇവിടെ കോസ് ആണ്. അപ്പൊ കോസ് എക്സ് ഈക്വൽ ടു ആണ് 0, സൈനസ് ഈക്വൽ ടു ഇവിടെ 1 ആണ്. എക്സ് കോർഡിനേറ്റ് കോസ് ആണ്, എ ആണ് അല്ലെ, എക്സ് കോർഡിനേറ്റ് അത് കോസ് ആണ്, ബി ആണ് വൈ കോർഡിനേറ്റ് അത് സൈൻ ആണ്. അപ്പൊ കോസ് എക്സ് ഈക്വൽ ടു 0 ഉം സൈനസ് ഈക്വൽ ടു 1 ഉം ആണ്. ആണോ?
എക്സ് ആണ്, ഇത് വൈ ആണ്. അപ്പോൾ ഉള്ള ആംഗിൾ എത്രയാണ് നോക്ക് നിങ്ങൾ. എക്സ് ഈ പി ഇതിന്റെ മുകളിൽ കോയിൻസൈഡ് ചെയ്യുമ്പോൾ അയാൾ എക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. 90 ഡിഗ്രി നമ്മൾ പറഞ്ഞു റേഡിയനിലാണ് പറയുന്നത്. റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 90 ഡിഗ്രി ഈക്വൽ റേഡിയൻ എത്രയാ? π/2. അപ്പൊ നമുക്ക് മനസ്സിലായി കോസ് എക്സിന്റെ സ്ഥാനത്ത് π/2. കോസ് π/2 ഈക്വൽ ടു 0, സൈൻ π/2 ഈസ് ഈക്വൽ ടു 1. അടുത്ത റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ 13, 45, 60 ഒക്കെ പഠിച്ചതുപോലെ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞു. cos π/2, π/2 90 ഡിഗ്രിയാണ്, റേഡിയൽ പറയുന്നത് മാത്രം. cos π/2 ന്റെ വാല്യൂ 0 ഉം sin π/2 ന്റെ വാല്യൂ എന്താണ്? 1 ഉം ആണ്. കിട്ടിയോ? ഇനി അടുത്തത് ഞാൻ ബ്രീഫ് ആയിട്ട് പറയാം, നിങ്ങൾക്ക് എല്ലാം ആലോചിച്ചറിയാം. ഈ പി എന്ന പോയിന്റ് ഇതിന്റെ മുകളിൽ വന്നാൽ, പി എന്ന പോയിന്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതിന്റെ മുകളിൽ വന്നാൽ അവിടുത്തെ കോർഡിനേറ്റ് ഏതാ? -1 0 ആണ് അല്ലേ? അവിടെ -1 0 ആണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -1 ഉം sin x എന്ന് പറയുന്നത് 0 ആണ്. cos x -1 ഉം sin x 0 ആണ്. ഇവിടുത്തെ x ആംഗിൾ എത്രയാ? ഈ പി എന്ന പോയിന്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് 90 നേരെ ഇങ്ങോട്ട് വിട് കഴിഞ്ഞാൽ ഒരു 90 കൂടി വരും. എന്നാൽ ഇവിടുന്ന് ഇവിടെ വരെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാ? 180. എത്ര റേഡിയനാ? അല്ലെങ്കിൽ റേഡിയൻ എങ്ങനെയാ? 180 ഡിഗ്രി എത്ര റേഡിയനാ? പൈ. അപ്പൊ ഇവിടുന്ന് ഇവിടെ വരെ ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എക്സ് എന്ന് പറയുന്നത് പൈ ആണ്. അപ്പൊ ഇതിന് എക്സിന് പൈ എന്ന് കൊടുത്താൽ അവിടെ എന്തായി? cos π is equal to -1 ഉം sin π equal to 0 ആണ്. അടുത്ത വാല്യൂ cos π യുടെ വാല്യൂ നിങ്ങൾ പഠിച്ചു -1 ആണ്, sin π യുടെ വാല്യൂ 0 ആണെന്ന് പഠിച്ചോ? ഇനി കഴിഞ്ഞില്ല. ആ പി റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോഴുള്ള പ്രത്യേകത എന്താ? cos ആരാ? ആ പി റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോൾ cos എന്ന് പറയുന്നത് 0 ആണ്, cos x എന്ന് പറയുന്നത് 0 ആണ്, sin x എന്ന് പറയുന്നത് -1 ആണ്. ശരിയല്ലേ? അപ്പോൾ ഉള്ള ആംഗിൾ എത്രയാണ്? ഇവിടുന്ന് തുടങ്ങി ഇവിടെ വരെ വരുമ്പോൾ ഈ x എത്ര വരും? ഇത് 90, ഇവിടെ 180 ആയിരുന്നു. അഥവാ ഒരു 90 കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ കാലം എത്ര? 270 അല്ലേ? 180 നോട് ഒരു 90 കൂടി ആഡ് ചെയ്താൽ 270. 270 ഡിഗ്രി എത്ര റേഡിയനാ? ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ഞാൻ 3π/2. എത്രയാ? 3π/2 ആണ്. അപ്പോൾ ഇവിടുത്തെ x എന്ന് പറയുന്നത് x എന്ന് പറഞ്ഞാൽ 3π/2 ആണ്. അപ്പോൾ cos 3π/2 0 ഉം sin 3π/2 ന്റെ വാല്യൂ -1 ഉം ആണ്. കണ്ടോ? അപ്പൊ ഇത് അടുത്ത ബൈഹാർട്ട് ചെയ്യാനാണ്. കോമൺ ആംഗിളുകൾ ആയിരുന്നു 3π/2 ഒക്കെ. cos 3π/2 ന്റെ വാല്യൂ 0 ഉം sin 3π/2 ന്റെ വാല്യൂ -1 ഉം ആണ്. ശരിയല്ലേ? ഇനി ഇതിങ്ങനെ റൊട്ടേഷൻ പൂർത്തിയാക്കി ഒരു റവല്യൂഷൻ പൂർത്തിയായി വീണ്ടും ഇത് വന്ന് കോയിൻസൈഡ് ചെയ്യും. അത് വീണ്ടും ഇത് വന്ന് കോയിൻസൈഡ് റൊട്ടേഷൻ പൂർത്തിയാകുമ്പോൾ എത്ര ഡിഗ്രിയാ വരിക? എത്ര ഡിഗ്രിയാണ് വരിക? 360 ഡിഗ്രിയാണ്. എത്ര റേഡിയനാ? 2π. അപ്പൊ ഇവിടെ വരുമ്പോ വീണ്ടും എയിൽ വന്ന് ചേരുമ്പോ അവിടെ ഉണ്ടാകുന്ന കോസിന്റെ വാല്യൂ എന്ന് പറയുന്നത്, കോസിന്റെ വാല്യൂ എന്നോട് എഴുതുകയാണെ, അവിടെ ഉണ്ടാകുന്ന കോസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ഉം സൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. റൊട്ടേഷൻ പൂർത്തിയാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? റൊട്ടേറ്റ് ചെയ്ത് അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ 2π, 360 ഡിഗ്രി. അപ്പൊ നമുക്ക് പറയാം cos 2π equal to 1, sin 2π equal to 0. കണ്ടോ? അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾ കണ്ട വാല്യൂസ് നോക്കിയാൽ 0, 0യുടെ കണ്ടു, π/2 കണ്ടു, π കണ്ടു, 3π/2 കണ്ടു, 2π കണ്ടു. എന്ന് പറഞ്ഞാല് π/2 ന്റെ മൾട്ടിപ്പിൾ ആയി വരുന്നത്, π/2 ന്റെ മൾട്ടിപ്പിൾ, π/2 ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ഒന്ന് 0 ൽ തുടങ്ങി, ഒന്ന് π/2, പിന്നെ 2, പിന്നെ π എന്ന് പറഞ്ഞാൽ 2 × π/2 ആണ്, 2 × π/2 ആണ് 180. അടുത്ത 3 × π/2 ആണ്. ഇത് 2π എന്ന് പറഞ്ഞാൽ 4 × π/2 അല്ലേ? 4 × π/2 ആണ്. കണ്ടേ പറ്റും. ഇപ്പൊ π/2 ന്റെ മൾട്ടിപ്പിൾസുകളൊക്കെ ഇതിനകത്ത് കിട്ടിയില്ലേ? അതിന്റെ വാല്യൂകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. കണ്ടില്ലേ? അപ്പൊ ഇപ്പൊ നമുക്ക് ഈ യൂണിറ്റ് സർക്കിളിൽ നിന്ന് നിങ്ങൾക്ക് 0 തുടങ്ങിയിട്ട് ഈ 90യുടെ ഏത് മൾട്ടിപ്പിളിന്റെ വാല്യൂ കാണാൻ പറ്റും. ഇത് 0, ഇത് 90 ഡിഗ്രി, ഡിഗ്രിയിൽ പറയുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഇത് 270 ഡിഗ്രി, ഇത് 360 ഡിഗ്രി. ഇനിയും വീണ്ടും റൊട്ടേറ്റ് ചെയ്താൽ മതി, വീണ്ടും നിങ്ങൾക്ക് ആംഗിളുകൾ കിട്ടും. അപ്പോൾ ബേസിക്കലി ഇത്ര നമുക്ക് 360 ഡിഗ്രി വരെ പഠിക്കാം. ഇപ്പൊ ഇത് പഠിക്കാൻ ഇപ്പൊ ഇങ്ങനെ കുറെ വാല്യൂസുകൾ ഞാൻ എഴുതി. ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ഇവരെ ഓർത്തു വെക്കാൻ കഴിയും. ആ ഓർത്തു വെക്കുന്ന ഐഡിയ ആണ് ഞാൻ അടുത്തത് പറയുക. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത കാര്യത്തെയാണ് നിങ്ങൾക്ക് നോട്ടായിലൂടെ എഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ യൂണിറ്റ് സർക്കിൾ വൃത്തിയായിട്ട് വരയ്ക്കുക. മീറ്റ് ചെയ്യുന്ന പോയിന്റുകളും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസ് പറയുന്നത് കുറച്ച് വലിയ ഫിഗർ വരയ്ക്കുക കേട്ടോ. കുറേ ഡീറ്റെയിൽസ് ആകുന്നതുകൊണ്ട് ചെറുതാക്കാതെ
അത്യാവശ്യം വലിയ രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കുക. എല്ലാ കാര്യങ്ങളും എ ബി സി ഡി ആക്സസുകളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ അവതരിപ്പിക്കുക. എയുടെ കോർഡിനേറ്റും ബിയുടെ കോർഡിനേറ്റും സിയുടെ കോർഡിനേറ്റും ഡിയുടെ കോർഡിനേറ്റും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക കേട്ടോ. പിന്നെ സർക്കിൾ ഒരു ജനറൽ പോയിന്റ് ആയിട്ട് പി എടുത്തു, അതിന്റെ കോർഡിനേറ്റ് എ ബി ആണ്. പിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ച് കാണിക്കുക. അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും ഫിഗറിൽ കാണിക്കുക. എന്നിട്ട് എഴുതിയ നോക്കുക. ഫസ്റ്റ് സെക്ഷൻ ആണ്, ഇവിടെയാണ് ആദ്യത്തെ. നോക്കുക. കൺസിഡർ ദ യൂണിറ്റ് സർക്കിൾ. നമ്മുടെ യൂണിറ്റ് സർക്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത് വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ. യൂണിറ്റ് സർക്കിൾ മീൻസ് എന്ന സർക്കിളിന്റെ റേഡിയസ് 1 ആകുമ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് സെന്റർ അറ്റ് ഒറിജിൻ, സെന്റർ ഒറിജിൻ ആണ്. ലെറ്റ് പി ഓഫ് എ ബി, പിയുടെ കോർഡിനേറ്റ് എ ബി എടുത്തു. ബി എനി പോയിന്റ് ഓൺ ദ സർക്കിൾ, ഒരു സർക്കിളിൽ ഒരു ജനറൽ പോയിന്റ് ആയിട്ട് പി വിളിച്ചു ഓൺ ദ സർക്കിൾ വിത്ത് ആംഗിൾ. ഏത് ആംഗിൾ? ഈ എ ഒ പി, പി എവിടെ പോയാലും എ ഒ പി എപ്പോഴും എക്സ് ആവുന്ന രീതി. ആംഗിൾ വിത്ത് ആംഗിൾ എ ഒ പി ഈക്വൽ ടു എക്സ് റേഡിയൻ. എന്തിലാണുള്ളത്? റേഡിയനിലാണുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്, ഒ എം പി എന്ന ട്രയാങ്കിൾ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫ്രം ട്രയാങ്കിൾ ഒ എം പി കോസ് എക്സ് ഈക്വൽ ടു, കോസ് എന്ന റേഷ്യോ എന്തായിരുന്നു? തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. a/1 ആണ്. a/1 എന്നാൽ a ആണ്. അപ്പോൾ കോസസിന്റെ വാല്യൂ a ആണ്. അപ്പോൾ എയുടെ കോർഡിനേറ്റ്, a എന്ന കോർഡിനേറ്റ് കോസ് ആണ്, മറന്നു പോകരുത്. ആൻഡ് സൈനസ് എന്താണ് എഴുതി? സൈനസ്, സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ ഓപ്പോസിറ്റ് സൈഡ് b, ഹൈപ്പോട്ടന്യൂസ് 1, b/1. സിംപ്ലി സൈനസ് ഈക്വൽ ടു b ആണ്. നീ എവിടെ പോയാലും a cos x ഉം b സൈനസ് ഉം ആണെന്ന് മനസ്സിലാക്കുക. ശരിയല്ലേ? ഇതാണ് ആദ്യം എഴുതുന്നത്. അതിന്റെ ബാക്കിയായിട്ട് പിന്നെ we have a square plus b square equal to 1. a square plus b square റൈറ്റ് ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് റിലേഷൻ പ്രകാരം a square plus b square equal to 1 ആണ്. അതാണ് എഴുതുന്നത്. a square plus b square equal to 1. അങ്ങനെ ബ്രാക്കറ്റിൽ എഴുതാൻ പൈതഗോറസ് തിയറം ആണ്. a എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസസ് ആണ്. അപ്പോൾ കോസസ് ഹോൾ സ്ക്വയർ. b എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനസ് ആണ്. ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. കോസസിനെ സ്ക്വയർ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ എസ്, എവിടെയാണ് സ്ക്വയർ വന്നത് ശ്രദ്ധിക്കുക. സൈനസിനെ സ്ക്വയർ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എസ് ഈക്വൽ ടു 1. ഇതൊരു പ്രധാന ഐഡന്റിറ്റിയാണ്. കുറച്ച് നമ്മൾ വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നതാണ്. കോസ് സ്ക്വയർ എസ് പ്ലസ് സൈൻ സ്ക്വയർ എസിന്റെ വാല്യൂ 1 ആണെന്ന് ഒരിക്കലും മറക്കാൻ പാടില്ല. ഇനി പിന്നെ പറഞ്ഞത് വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ സബ്റ്റൻസ് ആംഗിൾ 2π റേഡിയൻ അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അല്ല അറിയാലോ, ഒരു റെവല്യൂഷൻ മൊത്തം പൂർത്തിയായി കഴിഞ്ഞാൽ എത്ര റേഡിയൻ ഉണ്ടാവുക? 360 ഡിഗ്രി ആണ്, അഥവാ 2π റേഡിയൻ ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയാം. പിന്നെ അതിൽ പറഞ്ഞത് ആംഗിൾ എ ഒ ബി എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ആംഗിൾ എ ഒ ബി 90 ഡിഗ്രിയാണ്. നമ്മൾ റേഡിയനിലാണ് പറയുന്നത്. അപ്പോൾ അത് പൈ/2 എഴുതി കണ്ടോ. പിന്നെ ആംഗിൾ എല്ലാ ഇവിടുന്ന് തുടങ്ങുന്നത് എ ഒ സി. പറഞ്ഞാൽ എ ഒ സി എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങി ഇവിടെ വരെ, ഇവിടുന്ന് ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അതാണ് പൈ. ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു പൈ, 180 ഡിഗ്രി. റേഡിയനിൽ പറഞ്ഞുകൊണ്ട് പൈ ആയി ആംഗിൾ. പിന്നെ എ ഒ ഡി പറയുമ്പോൾ 180 ഒരു 90 കൂടി കൂടും, 270 ആണ്. അതാണ് 270 ഡിഗ്രി ആണ്. എത്ര റേഡിയനാണ്? 3π/2 ആണെന്നും കൂടി മനസ്സിലാക്കുക. പിന്നെ ഇവിടെ മുറ്റുമ്പോൾ നമ്മൾ പറഞ്ഞു 2π ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ആണ് ഇത്രയും കാര്യങ്ങളാണ് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. റെഡിയാണല്ലോ? ബാക്കി നോട്ട് ഈ നെക്സ്റ്റ് പറയുന്നത് ശ്രദ്ധിക്കുക. ഈ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി കാര്യങ്ങളാണ് പറയുന്നത്. അതിന്റെ നോട്ടുമാണ് കേട്ടോ. നമ്മൾ പോയിന്റിൽ പറഞ്ഞു കോസറോയുടെയും പൈയുടെയും വാല്യൂ പറഞ്ഞില്ലേ, അതൊന്നും കൂടി പറയാണ്. പറയുന്ന കേസ് ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു 0. നിങ്ങൾ നമുക്കറിയാം ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് പി എന്ന പോയിന്റ് ഇവിടെ തുടങ്ങുമ്പോൾ ആംഗിൾ 0 ആണ്. 0 നേരെ ഇവിടെ പി എന്ന പോയിന്റ് ഇവിടെ വന്നാൽ 90 ഡിഗ്രി അഥവാ π/2. ആ പോയിന്റ് പി എന്ന പോയിന്റ് ഇവിടെ വന്നാൽ 180 ഡിഗ്രി അഥവാ പൈ. ആ പി എന്ന പോയിന്റ് ഇവിടെ വന്നാൽ 270 ഡിഗ്രി അഥവാ 3π/2. റെവല്യൂഷൻ പൂർത്തിയാക്കിയാൽ 360 ഡിഗ്രി അഥവാ 2π. ശരിയല്ലേ? പിന്നെ നേരത്തെ നമ്മൾ കണ്ടു എക്സ് കോർഡിനേറ്റ് കോസ് ആണ്, വൈ കോർഡിനേറ്റ് സൈൻ ആണ്. എക്സ് കോർഡിനേറ്റ് ആയിരുന്നു എ കോസ് ആണ്, വൈ കോർഡിനേറ്റ് ആരാണ്? സൈനുമാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ കിട്ടുന്ന ആംഗിളുകൾ നോക്കിയാൽ അറിയാം. ഇത് 0, ഇത് π/2, π/2 എന്നല്ല ഒരു π/2. ഇത് പൈ എന്ന് പറഞ്ഞാൽ എത്ര? 2π/2 ആണ്. 2π/2 അല്ലേ? ഇത് 3π/2 ആണ്. റെവല്യൂഷൻ പൂർത്തിയാകുമ്പോൾ 4π/2 ആണ്. ഇങ്ങനെ π/2ന്റെ മൾട്ടിപ്പിൾസ് ആയി വരുന്ന ആംഗിളുകളാണ് ഈ പോയിന്റ് നമുക്ക് കിട്ടുക. ഇവിടെ നമുക്ക് കിട്ടുക π/2ന്റെ മൾട്ടിപ്പിൾ ആയി വരുന്ന ആംഗിളുകളാണ്. ഇങ്ങനെ π/2ന്റെ മൾട്ടിപ്പിൾ ആയി വരുന്ന ആംഗിളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രന്റൽ ആംഗിൾസ്. എന്താ വിളിക്കുക? ക്വാഡ്രന്റൽ ആംഗിൾസ്. π/2ന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ, ഇന്റിജർ മൾട്ടിപ്പിൾ 1, π/2, 0 ഇങ്ങനെ എഴുതി അവിടെ നമുക്ക് n/2, π/2ന്റെ മൾട്ടിപ്പിൾ. ഈ n എന്ന് പറയുന്നത് ഇന്റിജേഴ്സ്. ഇന്റിജേഴ്സ് എന്ന് ആയിരിക്കാം 0, 1, 2, 3, 4, 5 എക്സെട്ര.
-1 -2 -3 -4 ഇങ്ങനെ π/2ന്റെ മൾട്ടിപ്പിളുകൾ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയി വരുന്ന ആംഗിളുകളെ വിളിക്കുന്ന പേരാണത് ക്വാഡ്രന്റൽ ആംഗിൾസ്. അതാണ് ഇവിടെ എഴുതിയത് ഓൾ ആംഗിൾസ്. നിങ്ങൾ നേരത്തെ എഴുതുന്ന ബാക്കിയായിട്ട് തന്നെ എഴുതണം. ഫിഗർ ഒക്കെ നേരത്തെ വരച്ച തന്നെയാണ്, അതിന്റെ ബാക്കിയാണ് എഴുതുന്നത്. ഓൾ ആംഗിൾസ് വിച്ച് ആർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് π/2. π/2ന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആർ കോൾഡ് ദ ക്വാഡ്രന്റൽ ആംഗിൾസ്. റെഡിയല്ലേ? ക്വാഡ്രന്റ് ആംഗിൾ എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഓരോന്ന് വാല്യൂ എങ്ങനെയാണ് ഈ ക്വാഡ്രന്റ് ആംഗിളുകളുടെ വാല്യൂ ബൈഹാർട്ടായി പഠിക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഇപ്പൊ എയുടെ കോർഡിനേറ്റ് ആരാ 1 0, ബിയുടെ കോർഡിനേറ്റ് ആരാ 0 1, സിയുടെ കോർഡിനേറ്റ് ആരാ -1 0, ഡിയുടെ കോർഡിനേറ്റ് ആരാ 0 -1. അതാണ് അടുത്തത് ഞാൻ ഇവിടെ എഴുതിയത്. The coordinates of the points a, b, c and d are respectively എയുടെ കോർഡിനേറ്റ് 1 0, ബിയുടേത് 0 1, സിയുടേത് -1 0, ഡിയുടേത് 0 -1 ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ക്വാഡ്രന്റ് ആംഗിൾ പറയാണ്. പറയുന്ന മക്കൾ നോക്കണം. എനിക്ക് ഇവിടെ നോക്കിക്കൊണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വെച്ചിട്ട് ഞാൻ ആംഗിൾ പറയുന്നത് എനിക്ക് cos 0 വേണം, cos 0യുടെ വാല്യൂ വേണം, അതുപോലെ sin 0യുടെ വാല്യൂ വേണം, sin 0യുടെ വാല്യൂ വേണം എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ എന്താ ആലോചിക്കാമല്ലോ, 0 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ആക്സിസ് ഇങ്ങനെ വരച്ചു. 0 തുടങ്ങുന്നത് ഈ പോലെ ഇവിടുത്തെ കോർഡിനേറ്റ് ബൈഹാർട്ട് ആക്കും. 1 0 ആണ് ബൈഹാർട്ട് ആക്കും, അത് ബൈഹാർട്ട് ആക്കണം. അപ്പൊ 0 തുടങ്ങുന്ന സർക്കിൾ ഒന്നും ഞാൻ വരച്ചില്ല, 0 തുടങ്ങുന്നത് ഇവിടുന്നാണെന്ന് അറിയാം. ഇതിന്റെ കോർഡിനേറ്റ് നമ്മൾ 1 0 ആണ് ബൈഹാർട്ട് ആയി. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്, എക്സ് കോർഡിനേറ്റ് അല്ലേ കോസ്, അപ്പം ഈ കോസിന്റെ വാല്യൂ ഇവിടെ എന്താ 1. അങ്ങനെയാണെങ്കിൽ cos 0 1 ആയിട്ട്. y കോർഡിനേറ്റ് അല്ലേ സൈൻ, അപ്പൊ sin 0 0 ആയി. കണ്ടോ? അപ്പൊ നിങ്ങൾ cos 0യുടെ വാല്യൂ sin 0യുടെ വാല്യൂ പഠിച്ചു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കും, ഇതേ ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ എങ്കിൽ എന്താണ് cos π/2, അതുപോലെ sin π/2 എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ ഫിഗർ നോക്കി പറയാൻ പറ്റൂലേ? പറ്റും. π/2 എവിടെയല്ലേ ഉണ്ടാവുക, π/2 എവിടെയാണ് ഉണ്ടാവുക? ഇവിടുത്തെ കോർഡിനേറ്റ് 0 1 അല്ലേ, ഇതല്ലേ cos, ഇതല്ലേ sin. അപ്പൊ cos π/2 0, sin π/2 1. കണ്ടോ? റെഡിയല്ലേ? ഞാൻ അടുത്തേക്ക് പറയും. ഇനി ഇത് ബൈഹാർട്ട് ചെയ്യാനുള്ള സാധനമായിട്ടാണ്. അടുത്ത ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്താണ് cos π എന്താന്ന് നിങ്ങൾ പറയണം, അതുപോലെ sin π എന്താന്ന് നിങ്ങൾ പറയണം. ഈസി ആയിട്ട് നിങ്ങൾ പറയും. പൈ ഇവിടെയല്ലേ ഉണ്ടാവുക അല്ലെ, പൈ 180 ഡിഗ്രി എന്ന് പറഞ്ഞ പൈ ഇവിടെ. എക്സ് കോർഡിനേറ്റ് അല്ലേ കോസ്, അപ്പൊ cos π -1, sin π y കോർഡിനേറ്റ് sin π 0. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കും, വാട്ട് ഈസ് cos 3π/2 എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു ഞങ്ങൾ പെട്ടെന്ന് പറയും cos 3π/2. 3π/2 ഇവിടെയല്ലേ ഉണ്ടാവുക 270 ഡിഗ്രി. cos x ന്റെ വാല്യൂ എക്സ് കോർഡിനേറ്റ് അതാരാ 0. അപ്പൊ sin 3π/2 ആ ഫിഗറിൽ നോക്കി നിങ്ങൾ പറയും ഈക്വൽ വാട്ട് ഈസ് ദ വാല്യൂ -1. റെവല്യൂഷൻ പൂർത്തിയായി ഇവിടെ വന്നാൽ എത്ര ഉണ്ടാവുക 2π. അവ ഞാൻ ഇവിടെ ഒരു cos 2π എന്താണ്, cos 2π എന്താണ്, cos 2π x കോർഡിനേറ്റ് that is 1. sin 2π എന്താണ്, y കോർഡിനേറ്റ് 0. കണ്ടോ? അപ്പൊ നിങ്ങൾ ഈ 0 π 3π/2 2π ന്റെ വാല്യൂസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞു. അറിയാതെ പഠിച്ചു, ബൈഹാർട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് 30യുടെ വാല്യൂ പണ്ട് നമുക്ക് അറിയാവുന്ന 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചാണ്, 10th പഠിച്ച സാധനങ്ങൾ. അതിന്റെ കൂടെ 0യുടെ വാല്യൂ, π/2ന്റെ വാല്യൂ, പൈയുടെ വാല്യൂ, 3π/2ന്റെ വാല്യൂ, 270യുടെ വാല്യൂ. റേഡിയനിൽ പറഞ്ഞുള്ളൂ, ഡിഗ്രിയിൽ പറഞ്ഞാൽ 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി പഠിച്ചില്ലേ? ഇനി ഞാനിത് ബൈഹാർട്ട് ചെയ്യുന്ന ആലോചിച്ചോണം. ഞാനിത് ബൈഹാർട്ട് അല്ല, പെട്ടെന്ന് ആൻസർ വരും. എന്നോട് ആരോ ചോദിച്ചു cos π എത്രയാണെന്ന് ചോദിച്ചു എന്ന് വിചാരിക്കും. cos π എന്താന്ന് ചോദിച്ചു, cos πയുടെ വാല്യൂ എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, cos π എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കമ്പ് വരും. cos π എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരികയെന്ന് എനിക്കറിയാം. ഇവിടുത്തെ കോർഡിനേറ്റ് 1 0 ആയിരുന്നെങ്കിൽ ഉറപ്പാണ് ഇവിടുത്തെ ഇത് നെഗറ്റീവ് ആണ്, ഇത് -1 0 ആണ്. അപ്പൊ എന്നോട് ചോദിച്ചത് cos π ആണെങ്കിൽ cos x കോർഡിനേറ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ cos π -1 ആണെന്ന് എനിക്ക് കിട്ടും. ഇനി ഇവിടെ നോക്കി cos π -1 കണ്ടോ? ആരോ എന്നോട് ചോദിച്ചു, ഇപ്പൊ എന്നോട് ആരോ ചോദിച്ചു sin 270 ഡിഗ്രി എന്താന്ന് ചോദിച്ചു, അല്ലെങ്കിൽ 270 ഡിഗ്രി അല്ലെങ്കിൽ 3π/2 എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിക്കും 270 ഡിഗ്രി അഥവാ 3π/2 ഇവിടെ അല്ലേ വരിക, ഇവിടുത്തെ കോർഡിനേറ്റ് 0 1, ഇവിടുത്തെ കോർഡിനേറ്റ് 0 -1. എന്നിട്ട് അവർ ചോദിച്ചത് സൈൻ ആണ് ചോദിച്ചതെങ്കിൽ എക്സ് കോർഡിനേറ്റ് കോസ് ആണ്, മാറിപ്പോയത് y കോർഡിനേറ്റ് ആണ് സൈൻ. അപ്പൊ
അപ്പോൾ sin 270 ആരാ, അഥവാ 3π/2 ആരാ, -1. നോക്കൂ, sin 3π/2 -1. ഇങ്ങനെ നിങ്ങൾക്ക് വാല്യൂ പറയാൻ കഴിയും. അതുകൊണ്ട് ഈ വാല്യൂ എത്ര സ്ട്രെയിൻ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് പറയാൻ കഴിയും. അപ്പോൾ ഇവിടെ വരെ അടുത്ത നിങ്ങൾ എഴുതിയതിന്റെ ബാക്കിയായിട്ട് ഇവിടെ വരെ നോട്ട് എഴുതി വെക്കുക. ആരാ ക്വാഡ്രന്റ് ആംഗിൾ? π/2 മൾട്ടിപ്പിൾസുകൾക്ക് വരുന്ന ആംഗിൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രന്റൽ ആംഗിൾസുകൾ. ക്വാഡ്രന്റ് ആംഗിൾ കാണാൻ പഠിച്ചില്ലേ? പഠിച്ചു. ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് ഒരു ചോദിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. എക്സ് കോർഡിനേറ്റ് ആരാ? കോസ്. വൈ കോർഡിനേറ്റ് ആരാ? സൈൻ. ശ്രദ്ധിക്കുക, നമ്മൾ ഈ യൂണിറ്റ് സർക്കിൾ വെച്ചിട്ട് ഇനിയും കുറേ കാര്യങ്ങൾ, കുറേ റിസൾട്ടുകൾ തരുന്ന ആളാണ് ഈ യൂണിറ്റ് സർക്കിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ നോട്ട് എഴുതി, അത്രയും നോട്ടുകൾ നിങ്ങൾ എഴുതി കാണണം. ഇനി ഞാൻ പറയുന്നത് വീണ്ടും ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ നോട്ട് എഴുതേണ്ട, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ നിങ്ങൾ, നമ്മളൊരു റവല്യൂഷൻ നമ്മൾ പൂർത്തിയായിട്ട് വന്നു. നമുക്ക് എത്ര വേണമെങ്കിലും ചുറ്റി നടക്കാം, ആംഗിൾ ഇങ്ങനെ കൂടി വരുന്നുള്ളൂ. ഒരു റവല്യൂഷൻ കൂടി വന്ന് ഇവിടെ പൈ ആയി, 2π ആയി. വീണ്ടും നമ്മൾ ഇവിടേക്ക് ഒരു എക്സ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം, ഞാൻ ഒരു റവല്യൂഷൻ പൂർത്തിയായി 2π ആയി, കണ്ടോ? എന്നിട്ട് പറയുന്ന നല്ലോണം ശ്രദ്ധിച്ചോണം, ഒരു റവല്യൂഷൻ പൂർത്തിയായി ഇവിടെ വന്ന് 2π ആയി ആണോ? എന്നിട്ട് ഞാൻ പ്ലസ് ഒരു എക്സ്, ഒരു എക്സും കൂടി, ഒരു എക്സ് കൂടി ലെങ്ത് കൂടി ഇങ്ങോട്ട് പോകുന്നു. അത് അവിടുന്ന് ഒരു എക്സ് ലെങ്ത് കൂടി വന്നു, അതാണ് പ്ലസ് എക്സ് ഇട്ടത്. ആ എക്സ് ലെങ്ത് വന്നാൽ പഴയ പിയിൽ തന്നെയല്ലേ വീണ്ടും എത്തിയത്? പഴയ പിയിൽ തന്നെയല്ലേ വീണ്ടും എത്തിയില്ലേ? പഴയ പിയിലെത്തി. എങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ റൊട്ടേഷൻ പൂർത്തി ഇതിൻ്റെ സൈൻ വാല്യൂ അതുപോലെ അത് ആദ്യം നമുക്ക് കോസ് വാല്യൂ തന്നെ പറയാം. ഇതിൻ്റെ കോസ് വാല്യൂ ആരാ? കോസ് വാല്യൂ. നിങ്ങൾ പഴയ ഒരു റവല്യൂഷൻ പൂർത്തിയായി ഇവിടെ 2π ആണ്, ഒരു എക്സും കൂടി വന്നാൽ ഈ പോയിന്റിൽ വന്നു. അതിൻ്റെ കോസ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്, എ ആണ്. ആ എ ആർക്ക് ഈക്വൽ ആയിരുന്നു? കോസ് എക്സിന് ഈക്വൽ ആണ്. കണ്ടോ? അതിൻ്റെ സൈൻ നോക്കൂ, സൈൻ വാല്യൂ ആരാ? സൈൻ ഓഫ് 2π + x. അഥവാ നിങ്ങളിതാ ഒരു 2πയിൽ ഒരു എക്സും കൂടി ആഡ് ചെയ്താൽ ഈ പോയിന്റിൽ വന്നു. അവിടുത്തെ സൈൻ ആരാ? 2π + x. ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ എക്സ് കൂടിയില്ലേ, ആ ആംഗിൾ 2π + x ആണ്. ആ കോർഡിനേറ്റ് ആരാ? വീണ്ടും ബി തന്നെയല്ലേ. ആ ബി നിങ്ങളുടെ പഴയ ആരായിരുന്നു? സൈനസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു റവല്യൂഷന് ശേഷം ഒരു എക്സ് ഇൻക്രീസ് ചെയ്താലും പഴയ വാല്യൂകൾ തന്നെയാണ് വീണ്ടും കിട്ടുന്നത്. ഇനി കഴിഞ്ഞില്ല, വീണ്ടും ഒന്നുകൂടി വന്നു നോക്ക്. നിങ്ങൾ ഒരു റവല്യൂഷൻ പൂർത്തിയായിട്ട് ഇവിടെ വന്നു 2π ആയി, ഒന്നുകൂടി വന്നാൽ എത്ര വരിക? 4π ആയി ആണോ? 4π ആയില്ലേ? ആ 4π ആയി കഴിഞ്ഞാൽ അതിനോട് ഞാനൊരു എക്സ് ആംഗിളും കൂടി ആഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു എക്സ് ആർക്ക് ലെങ്ത്തും കൂടി അങ്ങ് നീങ്ങി, പ്ലസ് എക്സ്. അപ്പോൾ ഞാൻ ഏത് പോയിന്റിൽ വന്നു? ഈ പോയിന്റിൽ വന്നു. അപ്പോൾ അവിടുത്തെ ആംഗിൾ എത്ര വരും? നേരത്തെ 4πയും + എക്സും. അപ്പോൾ 4π + x ആണ് ടോട്ടൽ ആംഗിൾ. അതിൻ്റെ കോസ് വാല്യൂ എന്ന് പറയുന്നത് ആരാ? ഇതിൻ്റെ കോസ് വാല്യൂ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്, എ തന്നെയാണ്. ഈ എ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ കോസ് എക്സ് ആണ്. ഇതിൻ്റെ സൈൻ ഓഫ് 4π + x എന്താണ്? സൈൻ എക്സ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു റവല്യൂഷന് ശേഷം വീണ്ടും നമ്മൾ റവല്യൂഷൻസുകൾ റൊട്ടേറ്റ് ചെയ്ത് വന്നാൽ, വീണ്ടും റവല്യൂഷൻസുകൾ വന്നാൽ നമുക്ക് പഴയ വാല്യൂകൾ തന്നെയല്ലേ വീണ്ടും കിട്ടുക? അല്ലേ? ആണ്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നേരത്തെ 2π, പിന്നെ 4π, ഇനി ഒന്നുകൂടി വന്നാൽ എത്ര വരിക? ഒരു 4π, ഒരു 2π കൊണ്ട് 6π. എന്ന് പറഞ്ഞാൽ 2πയുടെ മൾട്ടിപ്പിൾസ്, നേരത്തെ 1 × 2π, ഇത് 2 × 2π, ഇനി 6 വരിക, 3 × എന്ന് പറഞ്ഞാൽ 2πയുടെ മൾട്ടിപ്പിൾ പ്ലസ് എക്സ് അത് സൈൻ ആണെങ്കിൽ അത് ആരാ? സൈൻ എക്സ് ആണ്. അത് കോസ് ആണെങ്കിൽ ആരാ? കോസ് ആണെങ്കിലും കോസ് ഓഫ് n × 2π + x ആരാ വരിക? കോസ് എക്സ് ആ വരിക. ഇത് പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ്. മനസ്സിലായോ? അപ്പോൾ സൈൻ ഓഫ് നമ്മൾ ഇനി ഇങ്ങനെ പഠിച്ചു വെക്കും. സൈൻ ഓഫ് n × 2π + x ആണെങ്കിൽ അത് സൈൻ എക്സ് ആണ്. കോസ് ഓഫ് n × 2π + x അതെന്താണ്? കോസ് എക്സ് ആണ്. എക്സ് എന്നിന് ആരൊക്കെയാണ് കൊടുക്കുക? ഇൻഡിജേഴ്സാണ് കൊടുക്കുക. ഇൻഡിജർ വാല്യൂസുകളാണ് കൊടുക്കുക. n belongs to z.
സെറ്റ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4, 5 എക്സെട്ര -1, -2, -3 അതൊക്കെ കൊടുക്കുക. മൈനസ് ആകുമ്പോൾ ബാക്കോട്ട് ഡിറക്ഷൻ മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസുകൾ ഇതായിരിക്കും. അപ്പം വലിയ വലിയ ആംഗിളുകളാണ് വരുന്നതെങ്കിൽ ഇപ്പം 360 അല്ലെങ്കിൽ 2πക്ക് ശേഷം വരുന്ന ആംഗിളുകളുടെ വാല്യൂ കാണാൻ നമുക്ക് ഈ തന്ത്രം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മറന്നു പോകരുത്, വാട്ട് ഈസ് സൈൻ ഓഫ് n × 2π + x? സൈനസ് ആണ്. കോസ് ഓഫ് n × 2π + x അയാൾ ആരാ? n × 2π + x അയാൾ കോസ് എക്സുമാണ്. അപ്പോൾ ആംഗിളുകൾ ഒരു റെവല്യൂഷന് ശേഷം അത് എത്ര ഇൻക്രീസ് ചെയ്ത് വന്നാലും നമുക്ക് കിട്ടുന്നത് പഴയ വാല്യൂകൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട റിസൾട്ടാണ്. അടുത്തത് ആ നോട്ടാണ് നമ്മൾ എഴുതുക. ഓക്കെ, നിങ്ങൾ ബാക്കി എഴുതേണ്ട നോട്ടായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യത്തെ നോട്ട് ചെയ്യുക കേട്ടോ. ഇഫ് വി ടേക്ക് വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ ഫ്രം ദ പോയിന്റ് P, we again come back to the same point P. Thus, if x increases or decreases by any integral multiple of 2π, 2πയുടെ മൾട്ടിപ്പിൾ കൂടുകയോ കുറയുകയോ ചെയ്താൽ, എക്സ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്താൽ, ദ വാല്യൂസ് ഓഫ് സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ്റെ ആൻഡ് കൊസൈൻ എന്ന് പറഞ്ഞാൽ കോസിൻ്റെ ഫംഗ്ഷൻ ഡു നോട്ട് ചേഞ്ച്. സൈൻ്റെയോ കോസിൻ്റെയോ വാല്യൂസുകൾ ഫംഗ്ഷന് ചേഞ്ച് ഉണ്ടാവില്ല. നമ്മൾ ഒരു റെവല്യൂഷന് ശേഷം വീണ്ടും നമ്മൾ വന്നു കഴിഞ്ഞാൽ അവരുടെ വാല്യൂന് ചേഞ്ച് ഉണ്ടാവില്ല എന്നാണ് എഴുതിയത്. അതുകൊണ്ടാണ് നമ്മുടെ ഇതിനെ ബ്രീഫായിട്ട് എഴുതിയതാണ്. പോയിന്റ് ഇത്ര മാത്രം. ദഫോർ സൈൻ ഓഫ് n × 2π + x സൈനസ് ആയിരിക്കും. കോസ് ഓഫ് n × 2π + xൻ്റെ വാല്യൂ എന്തായിരിക്കും? കോസ് എക്സ് ആയിരിക്കും. n ബിലോങ്സ് ടു z. n എന്താവണം? ഇൻറ്റിജർ ആണെങ്കിൽ. അപ്പോൾ ഒരു റെവല്യൂഷന് ശേഷമുള്ള ആംഗിളുകളുടെ വാല്യൂ കാണാൻ നമ്മൾ ഈ തന്ത്രമാണ് ഇനി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ബാക്കി എഴുതേണ്ട നോട്ടിൻ്റെ ബാക്കിയായിട്ട് ഇതും കൂടി എഴുതുക. അതിൽ പ്രധാന സ്റ്റെപ്പ് ഇത് ബോക്സ് ചെയ്ത് വെക്കുക. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ സെക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഒരു രണ്ട് ഹോംവർക്കും കൂടി ഞാൻ ഇതോട് അടുപ്പിച്ച് നിങ്ങൾക്ക് തരും. നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ രണ്ടെണ്ണം ഒറ്റ ഹോംവർക്കാണ്. ഈ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരിക. ഇഫ് ഇൻ എ 2 സർക്കിൾസ് arcs of same length subtend angle 60 degree and 75 degree at the center, find the ratio of their radii. ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ, അതും കൂടി ചെയ്യുക. പിന്നെ ഇന്ന് പഠിച്ച റിസൾട്ട്സുകളൊക്കെ അടുത്ത ക്ലാസ്സിൽ റെഡിയായി വന്നോണം. യൂണിറ്റ് സർക്കിളിനെ ബേസ് ചെയ്തിട്ട് ക്വാർട്ടറിൻ്റെ ആംഗിളുകൾ ബൈഹാർട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെ റിസൾട്ട്സുകൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാം പഠിച്ച് റെഡിയായി വരണം. ഓരോ ദിവസങ്ങളും നമുക്ക് ധാരാളം റിസൾട്ടുകൾ ട്രിഗണോമെട്രി പഠിക്കാനുണ്ടാവും. മാറ്റി വെച്ച് കഴിഞ്ഞാൽ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൻ്റെ പ്രാധാന്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നാണ്. ആകെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അന്നന്ന് കാണുന്ന വീഡിയോയിലെ എല്ലാ റിസൾട്ടുകളും പഠിച്ച് റെഡിയായിട്ട് വേണം അടുത്ത വീഡിയോ കാണാൻ വന്ന് ഇരിക്കാൻ. ഓക്കെ, താങ്ക് യു.